നല്ല പ്രതീക്ഷയാണ്. കൊല്ലത്ത് വലിയ ക്യാമ്പയിനൊക്കെ അവസാന ലാപ്പിലൊക്കെ കുടുംബസമേതം വന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷ ഞങ്ങൾക്ക് പോകുന്നിടത്തെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഫീൽ അത് വോട്ടായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും ജയിക്കും. ഈ കൊല്ലത്ത് കഴിഞ്ഞ തവണ നിന്ന സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലൊരു വോട്ട് ശതമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ കൃഷ്ണകുമാർ വന്നതോടുകൂടി അത് വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുമെന്നാണ് NDA ക്യാമ്പുകളൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. അങ്ങനെ ആകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അവസ്ഥയിൽ നിന്ന് വളരെയേറെ മുന്നേറിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് കിട്ടിയത്. ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഏരിയയാണ്. പലയിടത്ത് പോകുമ്പോഴും നമുക്ക് മുഖപരിചയമുള്ള ആൾക്കാരായിരിക്കും ഏതൊരു ഏരിയയിൽ പോയാലും കാണും. പക്ഷേ കൊല്ലം അങ്ങനെ ആയിരുന്നില്ല. നമുക്കൊരു പുതിയ സ്ഥലമാണ്. എന്നിട്ടും അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? ജയിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഫുൾ ഫാമിലിക്ക് പ്രതീക്ഷ. അതുപോലെ തന്നെ കൊല്ലത്തുള്ളവരും കുടുംബ പ്രേക്ഷകരും കൂടെ പ്രതീക്ഷിച്ചാൽ അച്ഛന് ജയം ഉറപ്പായിരിക്കും. ഈ അവിടെ നിൽക്കുന്നത് കരുത്തരായ 2 സ്ഥാനാർത്ഥികളാണ്. UDF NK പ്രേമചന്ദ്രൻ, അപ്പുറത്ത് മുകേഷാണ്. ഇവർക്കിടയിലൂടെ അച്ഛൻ എങ്ങനെ സ്മൂത്തായി കടന്നു പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ രണ്ടുപേരും അഫ്കോഴ്സ് പൊളിറ്റിക്കൽ ഒരു ഇതെടുത്ത് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനേക്കാൾ ഒരുപാട് മുന്നേ ഉള്ളവരാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ അച്ഛൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അവരെക്കാൾ കൂടുതൽ ഇത്തവണ എഫേർട്ട് അച്ഛൻ ഇട്ടതായാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ മീഡിയയിലൂടെ ആയാലും നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ അവിടെ പുതിയൊരാളാണ്, ന്യൂ കമ്മറാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നെങ്കിൽ അച്ഛന് മേ ബി കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് ഇരിക്കാമായിരുന്നു. ഇത്രയും എഫേർട്ട് ഇടേണ്ട വരില്ലായിരുന്നു. കാരണം അച്ഛൻ ഇവിടെ എല്ലാവരെയും അറിയാം, ഇവിടെ എല്ലാ മുക്കും മൂലയും അച്ഛൻ അറിയാം. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഓരോ കോർണേഴ്സും അവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണ്, കശുവണ്ടി ഫാക്ടറിയിൽ പോലും അച്ഛൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോയി 1 by 1 ആൾക്കാരോട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ച്, അപ്പോൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇടേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ടിനൊക്കെ ഒരു ഫലം കിട്ടാതിരിക്കത്തില്ലല്ലോ. ഇന്നലെ എല്ലാ ആശംസകളും. അപ്പോൾ എങ്ങനെ അച്ഛൻ്റെ ഒരു പ്രതീക്ഷ? കഞ്ഞിവോട്ടാണ്. അതെ, ഫസ്റ്റ് വോട്ടാണ്. അച്ഛന് നല്ല പ്രതീക്ഷയുണ്ട്, ജയിക്കണം. കഞ്ഞിവോട്ട് ഇവിടെ രേഖപ്പെടുത്തി. പക്ഷേ അച്ഛൻ്റെ നിൽക്കുന്നിടത്ത് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് ചെറുതായിട്ട്. അവസാന ലാപ്പിൽ ക്യാമ്പയിന് അച്ഛനൊപ്പം കുടുംബസമേതമൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ലാസ്റ്റായിട്ടില്ലായിരുന്നു, പക്ഷേ 1-2 ഡേയ്സ് പോയായിരുന്നു. അവിടെ പോയപ്പോൾ നല്ല ഫീലിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കം ചെയ്തു. നല്ലതായിരുന്നു.